ഏറ്റവും ബഹുമാനായ ജോസ് ഫിലിപ്പ് അടക്കമുള്ള വേദിയിലും സദസ്സിലുമുള്ള ഏറ്റവും ബഹുമാനരായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ആദ്യമായി ഏറ്റവും ബഹുമാനായിരുന്ന ഈ പ്രദേശത്തിൻ്റെ MLA ആയിരുന്ന വഴൂർ സോമൻ്റെ അനുസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളുകയാണ്. നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഏറ്റവും ബഹുമാനായ സഖാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത മധ്യമേഖലാ ജാഥ വിവിധ ജില്ലകൾ പിന്നിട്ട് പത്തനംതിട്ടയും കോട്ടയവും പിന്നിട്ട് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിലെത്തിയിരിക്കുകയാണ്. ഈ വൈകിയ വേളയിലും ആവേശകരമായ ഒരു പ്രതികരണവും സ്വീകരണവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ മധ്യമേഖലാ ടീമിനും ഞങ്ങളുടെ നേതാക്കന്മാർക്കും ലഭിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ ആയിരങ്ങൾ ഇന്ന് ഈ പന്തലിൽ നിന്ന് പുറത്ത് നിൽക്കുകയാണ്. ഇവിടെ ഈ യോഗം, ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ വളരെ വ്യക്തമാണ്, ഈ സമ്മേളനം അതിഗംഭീരമായിരിക്കുന്നു, അതിഉജ്ജ്വലമായിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും കർഷകരെയും തൊഴിലാളികളെയും ഞാൻ ഹൃദയം കൊണ്ട് അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നേ ദിവസം ഞങ്ങൾ വരുന്ന രാവിലെ പാലായിൽ നിന്ന് നിയമസഭാ മണ്ഡലത്തിലെ യോഗം രാവിലെ 10 മണിക്ക് തുടങ്ങി. ഉച്ചയ്ക്ക് മുമ്പ് കൃത്യം 1 മണിക്ക് കാഞ്ഞിരപ്പള്ളി നിയമസഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ് അതിനുശേഷം 4 മണിക്ക് പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ കഴിഞ്ഞാണ് ഇടുക്കി ജില്ലയിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ സമ്മേളനം കഴിഞ്ഞ് നെടുങ്കണ്ടത്ത് യോഗമുണ്ട്. അതിനുശേഷം ദേവികുളത്തിലേക്ക് പോകേണ്ടതുമാണ്. എൻ്റെ മുമ്പ് തന്നെ ഞങ്ങളുടെ ജാഥാ ടീമുകൾ പലരും നെടുങ്കണ്ടത്തിലേക്ക് പോയി കഴിഞ്ഞു. നിങ്ങൾക്കറിയാവുന്നതുപോലെ സമയം വൈകിയിരിക്കുകയാണ്. ഏതൊക്കെയാലും ഈ കഴിഞ്ഞ 5 വർഷക്കാലം, ഒരു തരത്തിൽ പറഞ്ഞ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു ഇടർച്ചയും കൂടാതെ ബഹുമാനായ സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വളരെ അഭിമാനത്തോടുകൂടി മുന്നേറുന്ന ആവേശകരമായ ഒരു മുന്നേറ്റമാണ് നമുക്ക് ഉടനീളം കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ ജാഥ, ഈ വികസന മുന്നേറ്റ ജാഥ 3 മേഖലകളായി 140 നിയമസഭാ മണ്ഡലങ്ങളിൽ കൂടെ കടന്നു പോകുന്നു. ഇത് വെറും ഒരു ജാഥ മാത്രമല്ല, ഇത് തീർച്ചയായും ഒരു ജനസമ്പർക്ക പരിപാടി തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തീർച്ചയായും ഇതിനു മുമ്പ് സംസാരിച്ച വിവിധ നേതാക്കന്മാർ ഈ പ്രദേശത്തിൻ്റെയും നമ്മുടെ കേരള സംസ്ഥാനത്ത് നടത്തിയിട്ടുള്ള വികസന പദ്ധതികളെ പറ്റി ഒക്കെ വളരെ വിശദമായി സംസാരിച്ചു എന്നെനിക്കറിയാം. അത് നമ്മുടെ ഗ്രാമീണ റോഡ് മുതൽ മലയോര ഹൈവേ വരെ, ദേശീയപാത വരെ, ഗ്രാമീണ നമ്മുടെ സ്കൂളുകൾ മുതൽ, പ്രൈമറി സ്കൂൾ മുതൽ നമ്മുടെ ടെക്നോ പാർക്കുകൾ വരെ, അതോടൊപ്പം തന്നെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ, നമ്മുടെ വാട്ടർ മെട്രോ മുതൽ വിഴിഞ്ഞം തുറമുഖം വരെ, അതോടൊപ്പം തന്നെ അംഗൻവാടി മുതൽ മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ വരെ, ബസ് ടെർമിനൽ മുതൽ എയർപോർട്ട് വരെ, ഇങ്ങനെ നിരവധി പദ്ധതികൾ ഇന്ന് കേരള സമൂഹത്തിൽ നടപ്പിലാക്കുവാൻ കഴിഞ്ഞു. പക്ഷേ ഈ വികസന പദ്ധതികളൊക്കെ നടപ്പിലാക്കുമ്പോഴും ഞാൻ പലപ്പോഴും പല വ്യക്തികളും കുടുംബങ്ങളോടും സഹോദരന്മാരോടും അമ്മമാരോടും ചോദിക്കാറുണ്ട്, ഈ വികസനമൊക്കെ നടത്തി ഇതിലേറ്റവും പ്രിയമുള്ള ഒരു വികസനം ഏതാണ് എന്ന് ചോദിച്ചാൽ എന്തു പറയും എന്ന് ചോദിച്ചു.
അപ്പോൾ ഒരേ ഒരു ഉത്തരമാണ് പ്രധാനമായി പറഞ്ഞത്. ഞങ്ങൾക്ക് ഈ വികസനമൊക്കെ തീർച്ചയായും വളരെ പ്രയോജനമാണ്, ആശുപത്രികൾ, സ്കൂളുകൾ, ഇതെല്ലാം. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏത് വികസനത്തിനേക്കാൾ കൂടുതൽ ഈ സർക്കാർ വ്യക്തിപരമായി എൻ്റെ കുടുംബത്തിന് എനിക്ക് എന്ത് സഹായമാണ്, എന്ത് വേതനമാണ് തന്നത് എന്നുള്ളതാണ് ഞാൻ പരിശോധിക്കുന്നത്. എൻ്റെ വീട്ടുമുറ്റത്തേക്ക് എൻ്റെ കുടുംബത്തിന് എന്ത് ലഭിച്ചു എന്നുള്ളതാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രയോജനകരമായ പദ്ധതി എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ തന്നെയാണ് എന്ന് അവർ എന്നോട് പറയാറുണ്ട്. ഈ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്കറിയാം, 600 നിന്ന് 1600 രൂപയായി, 2000 രൂപയായി, കോടികൾ 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 കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്ന് നമ്മളൊന്ന് പഠിച്ചു പോകേണ്ടതുണ്ട്. ഞാൻ ഈ വണ്ടിപ്പെരിയാറിൻ്റെ ഒരു കണക്ക് ഒന്ന് എടുത്തു നോക്കി. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഈ പഞ്ചായത്തിൽ, ഒരു പക്ഷേ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഇവിടെ ഉണ്ടാകും. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് ഞാൻ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന് ഞാൻ ഈ അമ്മമാരൊക്കെ ഇതൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് പഠിക്കണമല്ലോ എന്നോർത്തുകൊണ്ടൊന്ന് പഠിച്ചു നോക്കിയ ഇവിടെ 7149 ആളുകൾക്ക്, കുടുംബങ്ങൾക്ക് 2000 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ ഈ പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട്. 7149 ആളുകൾക്ക് 2000 രൂപ വെച്ച് കൊടുക്കുമ്പോൾ ഒരു മാസം ഈ പഞ്ചായത്തിൽ എത്ര രൂപയാണ് സർക്കാർ ക്ഷേമ പെൻഷനായിട്ട് കൊടുക്കുന്നത്? അതെടുത്ത് കണക്ക് നോക്കിയാൽ ഇൻ്റെ 30, നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടെങ്കിൽ എടുത്ത് നോക്കിയാൽ 1,43,00,000 രൂപ ഇവിടെയുള്ളവർക്ക് കൊടുക്കുകയാണ്. ഞാൻ ഈ പഞ്ചായത്തിലെ മാത്രമാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം എത്രയാണ് കൊടുക്കുന്നത്? ഒരു വർഷം ഇച്ചിരി കഴിഞ്ഞെടുത്തു താഴെ പോവും. ഒരു വർഷം 17 കോടി രൂപ ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട്, ശരാശരി 17 കോടി രൂപ ഒരു വർഷം ഈ പഞ്ചായത്തിലെ ആയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് എത്ര കൊടുത്തു? 85 കോടി രൂപ, 79 ലക്ഷം രൂപ കൊടുത്തു. ഈ നിയമസഭാ മണ്ഡലത്തിൽ ശരാശരി 9-10 മണ്ഡലമുണ്ടെന്നങ്ങ് വെക്കുക. എനിക്ക് തോന്നുന്നു 9 ആയിരിക്കും, അല്ല 10 ആയിരിക്കും. 9 പഞ്ചായത്ത്. ഞാൻ 10 പെട്ടെന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി അങ്ങ് വെക്കുകയാണ്. 85 കോടി രൂപയാണെങ്കിൽ ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ 5 വർഷം കൊണ്ട് 850 കോടി രൂപ ക്ഷേമ പെൻഷനായി ഇവിടുത്തെ കുടുംബങ്ങൾക്ക് കൊടുക്കുകയാണ്. 850 കോടി രൂപ. തീർച്ചയായും ഇത് നമ്മുടെ കുടുംബങ്ങൾക്ക്, സാധാരണക്കാർക്ക്, തൊഴിലാളികൾക്കൊക്കെ വലിയ ഒരു ആശ്വാസമായി ഞാൻ കണക്കാക്കുന്നു. ഏത് പാർട്ടിയിൽപ്പെട്ടതാണെങ്കിൽ, ഏത് മുന്നണിയിൽപ്പെട്ട ആളാണെങ്കിലും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു ഇടത് സർക്കാരിനോടൊപ്പം ചേർത്ത് അവർ ഞങ്ങളെ പിടിക്കും എന്നുള്ളതിന് സംശയമില്ല. തീർച്ചയായിട്ടും അതാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ ക്ഷേമ പെൻഷൻ മാത്രമാണോ? നമ്മളെടുത്ത് നോക്കിയാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെടുത്തി എത്ര വീട് സാധാരണ രീതിയിൽ ഒരു പാവപ്പെട്ടവനെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു വീടില്ലാത്ത ഒരാൾക്ക് അവൻ്റെ ഒരു ജീവിതത്തിലെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്, എനിക്ക് തല ചായ്ക്കുവാൻ, എനിക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു സ്വന്തമായി ഒരു വീട് വേണം എൻ്റെ മക്കൾക്ക്, അല്ലേ? സ്ഥലവും വീടില്ലാത്തവർക്ക്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ 8350 വീട്, 8350 വീട് ഈ നിയമസഭാ മണ്ഡലത്തിൽ ലൈഫ് മിഷനിൽ കൊടുക്കാൻ കഴിഞ്ഞു. അതിനകത്ത് 6181 വീട് കംപ്ലീറ്റ് ചെയ്തു. നിർമ്മാണം ഇപ്പോൾ പുരോഗമിക്കുന്നത് 2169. 8350 വീട് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു വീട്ടിൽ അപ്പനും അമ്മയും 2 മക്കളെങ്കിലും കാണും എന്ന് പറഞ്ഞാൽ 4 പേരെങ്കിലും കാണും എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 32,000 ആളുകളെ സുരക്ഷിതമായി നമ്മൾ വീടുകളിൽ പാർപ്പിച്ചു. അത്രയും പേർക്കൊരാശ്വാസമാണ് ഈ നിയമസഭാ മണ്ഡലത്തിൽ. അത് ചെറിയൊരു കാര്യമല്ല.
ഞാൻ ഈ മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് പറഞ്ഞത്. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സർക്കാർ ഒരു വേതനവുമില്ല, ഒരു ക്ഷേമ പദ്ധതിയും കിട്ടാത്ത 35 വയസ്സിനും 60 വയസ്സിനും ഇടയ്ക്കുള്ളവർക്ക് 1000 രൂപ വെച്ച് കൊടുക്കാനുള്ള തീരുമാനമെടുത്തു. ഞാൻ അതിൻ്റെയും കണക്കെടുത്തു. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ 18 ലക്ഷം രജിസ്ട്രേഷനായി എന്ന് പറഞ്ഞു. അത് ഉടനടി 1000 രൂപ വെച്ച് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായും വ്യക്തിപരമായ കുടുംബത്തിനും അവർക്കും ഒരു വികസന പദ്ധതി ആ വീട്ടുമുറ്റത്തേക്ക് എത്തുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. കാരണം ഇവിടെ വന്നു കയറിയപ്പോൾ നേതാക്കന്മാർ പറഞ്ഞു, വളരെയധികം ഇവിടെ എൻ്റെ മുമ്പിൽ വളരെയധികം നേതാക്കന്മാർ മണിക്കൂറും, എനിക്കൊന്ന് ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ പ്രസംഗിച്ച് കാര്യമായി 1 മണിക്കൂർ പ്രസംഗിച്ചെന്നാണ് പറഞ്ഞത്. ഇനി അതിൽ കൂടുതൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കാണാപ്പാടം പഠിച്ചു വെച്ചിരിക്കുക. ഈ വേതനത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. സാധാരണ രീതി ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴേ ആ ബഡ്ജറ്റിൻ്റെ തലേ ദിവസം മുഖ്യമന്ത്രിയുടെ അടുത്ത് ധനകാര്യമന്ത്രി ചെന്നിട്ട് ഈ പറയുന്ന നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റ് മുഴുവൻ അങ്ങ് വായിച്ച് കേൾപ്പിക്കും. അതൊരു കൺവെൻഷൻ, എല്ലാവരും അത് എല്ലാ സംസ്ഥാനത്തും അങ്ങനെ ചെയ്യണം. അതങ്ങനെയാണ് സാധാരണ രീതി, നടപടിക്രമം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബഡ്ജറ്റിൽ അന്നത്തെ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ധനകാര്യമന്ത്രി തലേ ദിവസം വന്നിട്ട് ഒന്ന് വായിച്ചു, ഇങ്ങനെ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു. വായിച്ച് കേൾപ്പിച്ചപ്പോൾ ഇടയ്ക്ക് ഒരു പദ്ധതിയുടെ പേര് അങ്ങ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ഏറ്റു നിന്നിട്ട് ഈ ധനകാര്യമന്ത്രിയെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കേരളമുള്ളിടത്തോളം കാലം ഈ പദ്ധതി കേരളത്തിലെ ജനങ്ങൾ ഓർത്തിരിക്കും എന്ന് പറഞ്ഞു. ഇത് എന്നത്തെ ബഡ്ജറ്റാണെന്ന് അറിയണ്ടേ? 1980 ബഡ്ജറ്റാണ്. ആരാണ് അന്നത്തെ മുഖ്യമന്ത്രി? ശ്രീ EK നായനാറായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി. ആരായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി? ശ്രീ KM മാണിയായിരുന്നു അന്നത്തെ ധനകാര്യമന്ത്രി. ഏത് മുന്നണിയായിരുന്നു ആ കാലഘട്ടത്തിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു ആ കാലഘട്ടത്തിൽ. എത്ര രൂപയായിരുന്നു ആദ്യത്തെ വേതനമായി ഈ രാജ്യത്ത് കൊടുത്തത്? ആദ്യത്തെ പെൻഷൻ 45 രൂപയായിരുന്നു. അന്നാണ് ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് ഈ രാജ്യത്ത്. വെറും 45 രൂപ എന്ന് പറയുമ്പോൾ എത്ര രൂപ എന്നുള്ളതല്ല, ആ വ്യക്തിയെ, ആ കർഷക തൊഴിലാളി വേതനം ആ തൊഴിലാളിയെ അംഗീകരിച്ചു എന്നുള്ളതാണ്. അതാണ് വീണ്ടും പല ക്ഷേമ പെൻഷനുമായിട്ട് 1600, 1600, 2000 വർദ്ധിച്ചത്. നമുക്കറിയാം, ഇവിടെ പട്ടയത്തിൻ്റെ വിഷയമുണ്ട്, കർഷകരുടെ വിഷയമുണ്ട്. പട്ടയത്തിൻ്റെ വിഷയത്തിൽ ചുരുക്കം പറഞ്ഞാൽ നമുക്കറിയാം, ആ പട്ടയം കോടതിയുടെ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ അതൊക്കെ അവിടെ നിർമ്മിച്ച നിർമ്മാണങ്ങളൊക്കെ നിയമവിരുദ്ധമായി വർഷങ്ങളായി. പക്ഷേ നമ്മുടെ സർക്കാർ തീരുമാനമെടുത്തു, ഒരു നിയമ ഭേദഗതിയിൽ കൂടി അത് ക്രമീകരിക്കുവാനായിട്ടുള്ള തീരുമാനമെടുത്ത് ക്രമീകരിച്ചു. അതെല്ലാവരും ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നതെല്ലാം ക്രമീകരിച്ചിരിക്കുകയാണ്. ഇനി എന്താണ് വേണ്ടത്? നിർമ്മിക്കാൻ പോകുന്നതിന് തീർച്ചയായും ആ ചട്ടങ്ങളിലൊക്കെ ഭേദഗതി നടത്തേണ്ടതുണ്ട്. അതെല്ലാം സർക്കാർ ലെവലിൽ അത് റെഡിയായിട്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കകം സർക്കാർ അത് പ്രഖ്യാപിക്കും എന്ന് ഈ അവസരത്തിൽ പറയാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ മേഖലകളിലൊക്കെ വന്യമൃഗവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പാർലമെന്റിനകത്തും പുറത്തും ഇവിടെയും അവിടെയും ഇതെല്ലാം നിയമയുദ്ധങ്ങൾ വരെ നടത്തി. എന്താണ് അവിടുത്തെ പ്രശ്നം? 1972 വന്യമൃഗ സംരക്ഷണ ബില്ലിൽ, ആ ബില്ലിൽ വന്യമൃഗത്തിനെ എവിടെയാണ് സംരക്ഷിക്കേണ്ടെന്നുള്ള നിർവചനം കൊടുത്തില്ല. വന്യമൃഗത്തിനെ സംരക്ഷിക്കണം എവിടെയാ? കാട്ടിനകത്താണോ പുറത്താണോ എന്നവർ പറഞ്ഞില്ല. നമുക്കറിയാതെ കാട്ടിനകത്താന്ന്. പക്ഷെ പുറത്തു വരുമ്പോഴും ആ നിയമം ബാധകമായതുകൊണ്ട് കാട്ടുമൃഗത്തിനെ സംരക്ഷിക്കണം, ജനത്തിനെ സംരക്ഷിക്കാൻ കഴിയില്ല. ഇന്ന് BNS എന്ന് പറയുന്ന IPC അതിനെ ഇന്ന് ഒന്ന് മോഡിഫൈ ചെയ്ത്, കേന്ദ്രം മോഡിഫൈ ചെയ്താണ് BNS എന്ന് പറയുന്നത്. ആ നിയമത്തിൽ പോലും നമുക്കറിയാം, സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു കള്ളം കയറി വന്ന് നമുക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടി അവനെ കൊലപ്പെടുത്താം. നമുക്ക് നിയമത്തിൻ്റെ മുമ്പിൽ പരിരക്ഷയുണ്ട്. പക്ഷെ വന്യമൃഗം പുറത്തേക്ക് വന്ന് നമ്മളെ കൊല്ലാൻ ശ്രമിച്ച ആ വന്യമൃഗത്തിനെ കൊന്നാൽ നമ്മൾ ജയിലിൽ പോവുകയാണ്.
വന്യമൃഗ സംരക്ഷണ ബില്ലിൽ തന്നെ സെക്ഷൻ 11(2) പറഞ്ഞിട്ടുണ്ട്, അക്രമകാരികളായ വന്യമൃഗം പുറത്തേക്ക് വന്നാൽ സ്വയം രക്ഷയ്ക്ക് വേണ്ടി കൊലപ്പെടുത്താം. പിന്നെ എന്നാ പ്രശ്നം? പക്ഷേ കേന്ദ്രത്തിൻ്റെ ഈ നിയമത്തിൽ അതിൻ്റെ നിർവചനം തെറ്റായതുകൊണ്ട് നമുക്കറിയാം, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. ഞങ്ങൾ മന്ത്രിയെ കണ്ടു, ഞങ്ങൾ അവിടെ ധർണ നടത്തി, MLA മാർ വന്നു, മന്ത്രിയുമായിട്ട് 1.25 മണിക്കൂർ ഇരുന്ന് ഞാൻ സംസാരിച്ചു. അവിടെ ഞാൻ പറഞ്ഞു, അവിടുത്തെ ഈ നിയമത്തിൽ തന്നെ സെക്ഷൻ 63 പ്രകാരം കേന്ദ്രം ഒരു ഡയറക്ഷൻ ഇവിടെ കൊടുത്താൽ മതി, ഈ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ആ നിയമത്തിൽ അങ്ങനെയുണ്ട്. പക്ഷേ മന്ത്രിയെ കണ്ട് പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറയുന്നത്, ഇത് ഒത്തിരി പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ ഡയറക്ഷൻ കൊടുക്കില്ല. പക്ഷെ മന്ത്രി പറഞ്ഞു, കേന്ദ്ര വനവകുപ്പ് മന്ത്രി, ഞാൻ ഇവിടെ വരാം, ഒന്ന് വയനാട്ടിൽ വരാം, 2 കോട്ടയത്ത് വരാം, ഈ 2 സ്ഥലത്ത് വന്ന ജനപ്രതികളെ MPയെയും SP യെയും ഒക്കെ വിളിച്ചു വരുത്തി ഞാൻ ഡയറക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം വന്നില്ല, കാരണം രാഷ്ട്രീയമാണ്. പക്ഷേ ഇനി നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ കേരള നിയമസഭയിൽ ആ പരിമിതികളിൽ മുന്നിൽ നിന്നുകൊണ്ട് നമ്മളൊരു നിയമ ഭേദഗതി നടത്തി. വന്യമൃഗ സംരക്ഷണ ബില്ലിൽ പുറത്തേക്ക് വരുന്ന അക്രമകാരിയായ മൃഗങ്ങളെ വെടിവെക്കാമെന്നുള്ളത്. ഞാൻ ഓർക്കുന്നു, ഇത് 4 വർഷക്കാലം മുമ്പ് ഇങ്ങനൊരു വിഷയം ഇവിടെ കോട്ടയത്തും ഇവിടെയൊക്കെ നടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഏതക്രമകാരികളായ ഈ പറഞ്ഞ വന്യമൃഗം പുറത്തേക്ക് വന്നാൽ മറ്റൊന്നുമല്ല, അതിനെ വെടിവെച്ച് കൊല്ലണം. ആരെങ്കിലും എൻ്റെ പേര് കേസെടുത്തോട്ടെ, എടുക്കണമെങ്കിൽ എടുത്തോട്ടെ. ഒരു മനുഷ്യനും എടുത്തില്ല, കാരണം പറ്റില്ല. നിയമത്തിന് മുമ്പിൽ അത് അറസ്റ്റ് ചെയ്യുവാനുള്ള അതിനുള്ള നിയമമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഈ രാജ്യത്ത് മുഴുവൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ നിയമം ഇപ്പോൾ പ്രസിഡന്റ് അടുത്തേക്ക് ചെന്നിരിക്കുക, ഒന്ന് സൈൻ ചെയ്യാൻ. ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അവർ സൈൻ ചെയ്താൽ ഇത് നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. സ്നേഹിതരെ, നമുക്കറിയാം ബഫർ സോണുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുണ്ട്, അവിടെയെല്ലാം നമ്മുടെ ഇടപെട്ടുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചുരുക്കുന്നു സ്നേഹിതരെ, നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലേക്ക് പോവുകയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മൾ കാണുന്നുള്ള വികസന പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ എത്രയോ ഇന്ന് കാണുന്ന ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല, ജനിക്കാൻ പോകുന്ന ആ ജനതയ്ക്ക് വേണ്ടി, കുഞ്ഞിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടിയാണ് ഭൗതിക ആവശ്യങ്ങൾ, സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് BJPയും UDFും കോൺഗ്രസും എങ്ങനെയാണോ ഈ വികസനം തകർക്കുവാൻ, അതിനെ ഇല്ലായ്മ ചെയ്യുവാൻ അതിനുള്ള മുഴുവൻ തീസിസും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വികസനം നടത്തുമ്പോൾ, നമ്മൾ കേന്ദ്രത്തിന് എതിരെ പോരാട്ടം നടക്കുമ്പോൾ ഒന്ന് സഹായിക്കാൻ പാർലമെൻറ്റിൽ ഒന്ന് കൈപ്പൊക്കണ്ട്, അതവർ ചെയ്യില്ല. അപ്പോൾ നമുക്കത് കൃത്യമായി അറിയാം. പക്ഷേ ഈ വികസന മുന്നേറ്റ ജാഥ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നുമൊക്കെ, അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. അത് മറ്റൊന്നുമല്ല, ഈ ജാഥയിൽ കാണുന്ന പ്രതികരണം, ഈ ജാഥയിൽ കാണുന്ന ആ ജനങ്ങളുടെ സാന്നിധ്യം ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു, ഇത് തുടർഭരണത്തിൻ്റെയും 3ാം ഇടതുപക്ഷ സർക്കാരിൻ്റെ മുന്നേറ്റമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇനി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കിവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും ഓരോ കാര്യം ചെയ്യേണ്ടതുണ്ട്. എന്താണ്? നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കണം. എന്തുകൊണ്ടാണ് സംസാരിക്കണമെന്ന് പറയുന്നത്? നമ്മൾ പറയല്ലേ, ഇയ്യോ വലിയൊരു ട്രെൻഡാണ്, ഇടതുപക്ഷത്തിൻ്റെ ഒരു ട്രെൻഡാണ് എന്നൊക്കെ പറയല്ലേ. എങ്ങനെയാ ട്രെൻഡും ഓളവും വരുന്നത്? നിങ്ങൾ സംസാരിക്കുമ്പോഴാണ്. ആ സംസാരം കുറയാൻ പാടില്ല. നേരിട്ട് എല്ലാവരുമായി സംസാരിച്ച്, ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ച് നമുക്ക് മുന്നേറാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും എല്ലാവരെയും ക്യാപ്റ്റൻ എന്ന നിലയ്ക്കും ഇവിടെ വന്നിരിക്കുന്ന ഞങ്ങളുടെ ടീം അംഗങ്ങളുടെ പേരിലും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.